ഹായ് മക്കളെ, നമസ്കാരം. 8ാം ക്ലാസ്സിലെ കേരള പാഠാവലി എന്ന പാഠഭാഗത്തിലെ താളുകൾക്കിടയിലൊരു മയിൽപ്പീലി എന്ന പാഠഭാഗം നമ്മൾ കുറച്ച് സമയം കൊണ്ട് അങ്ങ് സെറ്റാക്കാൻ പോവാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു പാഠം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൽ ഡീറ്റെയിൽ പാഠഭാഗം നമ്മൾ പറയുന്നില്ല, പാഠത്തിൻ്റെ സംഗ്രഹം തരും, ചോദ്യോത്തരങ്ങൾ തരും. അപ്പം വീഡിയോ കാണുന്ന എല്ലാ മക്കളും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട് എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒട്ടും മറക്കാതെ എന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സിനകത്ത് രേഖപ്പെടുത്തണം. താളുകൾക്കിടയിലൊരു മയിൽപ്പീലി. ഓക്കെ, നോക്കാം. പ്രിയ എസ് എഴുതിയ കൃതിയാണ്. പ്രിയ എസ് മലയാളത്തിലെ പ്രശസ്ത കഥാകാരി. 1967 മെയ് 28 ആലപ്പുഴ ജില്ലയിലെ എരമല്ലൂരിലാണ് ജനനം. കുട്ടികളുടെ ഉൾപ്പെടെയുള്ള സാമൂഹിക വിഷയങ്ങൾ ഉൾപ്പെടുന്നതാണ് അവരുടെ രചനകൾ. ബാലസാഹിത്യത്തിലും കലാരംഗത്തും അവരുടെ സംഭാവന വിലമതിക്കപ്പെടുന്നതാണ്. താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി, നിറങ്ങളില്ലാത്ത മഴവില്ല് തുടങ്ങിയ കഥകൾ കുട്ടികളുടെ ലോകത്തെ പുതിയ കണ്ണുകളിലൂടെ അവതരിപ്പിക്കുന്നു. ഒരേ സമയം ഒരു അധ്യാപികയും സജീവ എഴുത്തുകാരിയുമായ പ്രിയ എസ് സാമൂഹികവും സാംസ്കാരികവുമായ രംഗങ്ങളിലും സജീവമായ പങ്കാളിത്തം വഹിക്കുന്നു. മികച്ച ചെറുകഥയ്ക്കുള്ള സാഹിത്യ അക്കാദമി അവാർഡ് ജാഗരൂപ എന്ന കൃതിക്ക് ലഭിച്ചിട്ടുണ്ട്. ജാഗരൂപ എന്ന കൃതിക്ക് മികച്ച സാഹിത്യ കൃതികൾക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം കൂടാതെ ബാലസാഹിത്യത്തിനുള്ള അവാർഡുകളും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ലളിതമായ ഭാഷയും ആഴമുള്ള സന്ദേശവുമാണ് അവരുടെ രചനാശൈലിയെ വേറിട്ടതാക്കുന്നത്. നോക്കുക, പാഠസംഗ്രഹം. പ്രിയ എസിൻ്റെ ഈ കഥ നിരന്തരമായ അസുഖം കാരണം ഒറ്റപ്പെട്ടുപോയ അനുതാര എന്ന പെൺകുട്ടിയുടെ വേദനാജനകമായ കുട്ടിക്കാലവും ആ ഇരുണ്ട നാളുകളിൽ അവൾക്ക് വെളിച്ചവും സൗഹൃദവും പകർന്ന നീലകണ്ഠൻ എന്ന സഹപാഠിയുമായുള്ള ആഴത്തിലുള്ള ബന്ധവുമാണ് വിവരിക്കുന്നത്. കഥാനായികയായ അനുതാര വിട്ടുമാറാത്ത രോഗം കാരണം പഠനത്തിലും സൗഹൃദങ്ങളിലും പിന്നോട്ട് പോയിരുന്നു. സെറ്റ്. അസുഖം ഭേദമായി സ്കൂളിൽ തിരിച്ചെത്തുമ്പോഴെല്ലാം കൂട്ടുകാരുടെ അപരിചിതത്വം നിറഞ്ഞ നോട്ടകങ്ങളും ഒരുപാട് മുന്നോട്ട് പോയ പാഠങ്ങളും അവളെ വല്ലാതെ തളർത്തി. നഷ്ടബോധങ്ങളുടെയും വേദനയുടെയും ഈ ലോകത്ത് അവൾക്ക് ഏക ആശ്വാസവും തുണയും സഹപാഠിയായ നീലകണ്ഠനായിരുന്നു. നീലകണ്ഠൻ അനുതാരയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി മാറി. അവൻ അവളെ കളിയാക്കലുകളിൽ നിന്ന് സംരക്ഷിക്കുകയും അവൾക്ക് വേണ്ടി പാഠങ്ങൾ പകർത്തി നൽകുകയും ചെയ്തു. പരീക്ഷയിൽ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുത്തും മയിൽപ്പീലിയും മഞ്ഞക്കിളിയുടെ തൂവലും പോലുള്ള കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ നൽകിയും അവൻ അവളുടെ ലോകം മനോഹരമാക്കി. ദരിദ്രനും അച്ഛനില്ലാത്തവനുമായിരുന്നിട്ടും നീലകണ്ഠൻ്റെ ധൈര്യവും പഠനത്തിലുള്ള കഴിവും അവളെ അത്ഭുതപ്പെടുത്തി. അവൻ്റെ പ്രോത്സാഹനം കേൾക്കാനായി അവൾ ചിത്രങ്ങൾ വരച്ചു തുടങ്ങി. അവളുടെ കണ്ണുകളെ മയിൽപ്പീലി കണ്ണുകൾ എന്ന് അവൻ വിശേഷിപ്പിക്കുമ്പോൾ അവൾ എല്ലാ വേദനകളും മറന്നു. 5ാം ക്ലാസ്സിൽ പുതിയ സ്കൂളിലേക്ക് മാറിയതോടെ അവർ 2 ക്ലാസ്സുകളിലായി പിരിഞ്ഞു. തിരക്കേറിയ ആ സ്കൂളിൽ അനുതാരയ്ക്ക് നീലകണ്ഠനെ കണ്ടെത്താനായില്ല. ഒരു ആശുപത്രിവാസത്തിന് ശേഷം തിരിച്ചെത്തിയ അവളോട് കഠിനമായ പനി ബാധിച്ച് നീലകണ്ഠൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടെന്നും ഇനി സ്കൂളിൽ വരില്ലെന്നും ഒരു സഹപാഠി പറഞ്ഞു. ഒരു ദിവസം രാവിലെ നീലകണ്ഠൻ അമ്മയോടൊപ്പം അനുതാരയെ കാണാൻ വീട്ടിലെത്തി. അതോടെ ആ വാർത്ത സത്യമാണെന്ന് അവൾക്ക് വേദനയോടെ തിരിച്ചറിയേണ്ടി വന്നു. കാഴ്ച നഷ്ടപ്പെട്ട വാർത്ത. അവൻ്റെ ചികിത്സക്കായി വീട് വിറ്റ് ദൂരെ ഒരു നാട്ടിലേക്ക് പോവുകയാണെന്ന് അവൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. യാത്ര പറയാൻ നേരം അവൾ ശേഖരിച്ചു വെച്ച പെൻസിലുകൾ അവന് നേരെ നീട്ടിയപ്പോൾ ഇനി എനിക്കെന്തിനാ പെൻസിൽ എന്ന് മങ്ങിയ ചിരിയോടെ അവൻ ചോദിച്ചു. ഇനി എൻ്റെ പങ്കും കൂടി അനുതാര പഠിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൊട്ടിച്ചിരിയോടെ അവൻ പടിയിറങ്ങിപ്പോയി. വേദനകൾക്കിടയിലും സൗഹൃദത്തിൻ്റെ ഒരു മയിൽപ്പീലി ഓർമ്മയുടെ താളുകളിൽ ഒളിപ്പിച്ചു വെച്ച അനുതാരയുടെയും നീലകണ്ഠൻ്റെയും ഹൃദയസ്പർശിയായ ബന്ധത്തിൻ്റെ കഥയാണ് ഈ രചന. സെറ്റല്ലേ? ഓക്കെ. എൻ്റെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി മയിൽപ്പീലി കണ്ണുകൾ പോലെയുണ്ട് എന്ന് ഇടയ്ക്കെല്ലാം നീലകണ്ഠൻ പറയുമ്പോൾ എൻ്റെ എല്ലാ വേദനകളും ഞാൻ മറന്നുപോയി. ഈ വാക്യം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ചോദ്യം നോക്കുക. എൻ്റെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി മയിൽപ്പീലി കണ്ണുകൾ പോലെയുണ്ട് എന്ന് ഇടയ്ക്കെല്ലാം നീലകണ്ഠൻ പറയുമ്പോൾ എൻ്റെ എല്ലാ വേദനകളും ഞാൻ മറന്നു പോകാറുണ്ട്. ഈ വാക്യം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം നോക്കുക. പ്രിയ എസ് എഴുതിയ ഹൃദയസ്പർശിയായ ഒരു കഥയാണ് താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി എന്ന ഈ പാഠഭാഗം. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ നീലകണ്ഠനും അനുതാരയുമാണ്. ഇവർ തമ്മിലുള്ള നിഷ്കളങ്കവും ആഴവുമേറിയ
സൗഹൃദത്തെയാണ് ഈ കഥ വരച്ചിടുന്നത്. ബാല്യകാലത്തിൻ്റെ ഭൂരിഭാഗം ദിനങ്ങളിലും വിട്ടുമാറാത്ത അസുഖം കാരണം ആശുപത്രിവാസം ചെയ്യേണ്ടി വരുന്ന അനുതാരയുടെ കൂട്ട് നീലകണ്ഠനായിരുന്നു. വല്ലപ്പോഴും സ്കൂളിൽ വരുന്ന അനുതാരയെ സഹായിക്കുവാൻ നീലകണ്ഠൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അവൻ അവൾക്ക് മയിൽപ്പീലികളും തൂവലുകളും മറ്റും സമ്മാനമായി നൽകുമായിരുന്നു. അവൾ സ്വയം വരച്ച ചിത്രങ്ങൾ അവൾ എന്ത് ചെയ്യും, അതിന് പകരമായിട്ട് നീലകണ്ഠനും നൽകും. നീലകണ്ഠൻ്റെ അകമഴിഞ്ഞ പ്രോത്സാഹനം അവൾക്ക് വീണ്ടും ചിത്രങ്ങൾ വരയ്ക്കാനുള്ള പ്രചോദനമായി തീർന്നു. ലോകത്തിൽ വെച്ച് ഏറ്റവും ഭംഗി മയിൽപ്പീലിക്കാണെന്ന് നീലകണ്ഠൻ വിശ്വസിച്ചിരുന്നു. ആ മയിൽപ്പീലിയുമായിട്ടാണ് കണ്ണുകളെ സാദൃശ്യപ്പെടുത്തിയത്. വേദനയെല്ലാം മറന്ന് അനുതാരയിൽ നവോന്മേഷം വരുത്തിയതും ഈ വാക്കുകളാണ്. സെറ്റ്. നെക്സ്റ്റ്, പ്രയോഗഭംഗി. മന്ദാരപ്പൂ പോലെ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് പെരുമഴയത്തെ ഒരു തുള്ളി പോലെ. ഈ കഥയെ മനോഹരമാക്കുന്നത് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളാണ്. കൂടുതൽ പ്രയോഗങ്ങളും കണ്ടെത്തുക. മന്ദാരപ്പൂവിൻ്റെ സവിശേഷതകളായ വെണ്മ, നൈർമല്യം, ഹൃദയ ദ്രവീകരണ ശക്തി തുടങ്ങിയവ നീലകണ്ഠൻ്റെ ചിരിയിൽ കാണാം. നീലകണ്ഠൻ്റെ ചിരിയെയാണ് മന്ദാരപ്പൂവിനോട് സാദൃശ്യപ്പെടുത്തിയത്. പെയ്യുന്ന മഴയിൽ ഒരു മന്ദാരപ്പൂവിനെ കാണുന്ന പ്രതീതി ജനിപ്പിക്കാൻ എഴുത്തുകാരിക്ക് സാധിക്കുന്നു. പെരുമഴയത്തെ തുള്ളി പോലെ എന്ന പ്രയോഗത്തിൽ നിന്ന് സ്കൂളിലെ കുട്ടികളുടെ എണ്ണത്തിനെയാണ് പെരുമഴയത്തെ തുള്ളി പോലെ എന്ന് പറയുന്നത്. പെരുമഴയത്ത് ഒരു മഴത്തുള്ളിക്ക് പ്രത്യേക സ്ഥാനമില്ലാത്തതുപോലെ മറ്റുള്ളവരുടെ കണ്ണിൽ പ്രത്യേകമായ ആകർഷകത്വം നീലകണ്ഠൻ ഇല്ലെങ്കിലും അവൻ്റെ അസാന്നിധ്യം ആ പെൺകുട്ടി തിരിച്ചറിയുന്നു. അവർ തമ്മിലുള്ള ഹൃദയബന്ധം വ്യക്തമാക്കാൻ ഈ പ്രയോഗത്തിന് കഴിയുന്നുണ്ട്. പിടികിട്ട ഉയരത്തിൽ പറന്നു തിമിർക്കുന്ന അറിവിൻ്റെ തുമ്പികൾ. അടുത്ത പ്രയോഗം ഇതാണ്. പിടികിട്ട ഉയരത്തിൽ പറക്കുന്ന തുമ്പികൾ എന്ന പ്രയോഗം ഇടവിട്ടുള്ള ആശുപത്രിവാസം കഴിഞ്ഞ് ക്ലാസ്സിലെത്തിയ അനുതാരക്ക് പാഠഭാഗ്യങ്ങൾ പ്രയാസമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. സിലബസ് കയ്യിൽ കിട്ടുന്നില്ല. പിടികിട്ടാതെ ഉയരത്തിൽ പാറി നടക്കുന്ന തുമ്പികളോട് അറിവിനെ സങ്കല്പിച്ച കാവ്യഭാവന മനോഹരമായി പാഠഭാഗത്ത് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇനി വിടരാതെ കരിഞ്ഞുപോയ ഒരു ഇതൾ പോലെ എന്ന പ്രയോഗം അർത്ഥവത്താണ്. എന്താ അർത്ഥമാക്കുന്നത്? ഒരു പൂമൊട്ട് വിടർന്നു നിൽക്കുമ്പോഴാണ് സൗന്ദര്യം. എന്നാൽ അനുതാരയുടെ ബാല്യകാലത്തെ വിടരാതെ കൊഴിഞ്ഞുപോയ ഒരു പൂമൊട്ടിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. അവളുടെ ബാല്യത്തിൻ്റെ നഷ്ടങ്ങളെ സൂചിപ്പിക്കാൻ ഈ പ്രയോഗത്തിന് കഴിയുന്നുണ്ട്. ഈറനായ പൊട്ടിച്ചിരി ഉതിർത്ത് എന്ന പ്രയോഗത്തിൽ കാഴ്ച നഷ്ടപ്പെട്ട് തനിക്കിനി പഠിക്കാൻ കഴിയില്ല എന്നതിൻ്റെ വേദനയെ ഉള്ളിൽ ഒളിപ്പിച്ച് ചിരിക്കുന്ന നീലകണ്ഠൻ്റെ മനോഭാവത്തെ ആവിഷ്കരിക്കുന്നുണ്ട്. കഥാപാത്ര നിരൂപണം. നീലകണ്ഠനെ കുറിച്ചുള്ള കഥാപാത്ര നിരൂപനാണ്. നീലകണ്ഠൻ രണ്ട് കുട്ടികൾ തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിൻ്റെ ആഴം പ്രമേയമാക്കിക്കൊണ്ട് പ്രിയ എസ് എഴുതിയ ഹൃദയസ്പർശിയായ ഒരു കഥയാണ് താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി. നീലകണ്ഠൻ എന്ന കഥാപാത്ര നിരൂപണം കേട്ടോ. ഇവിടെ നമ്മൾ തുടങ്ങുകയാണ്. രണ്ട് കുട്ടികൾ തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിൻ്റെ ആഴം പ്രമേയമാക്കിക്കൊണ്ട് പ്രിയ എസ് എഴുതിയ ഹൃദയസ്പർശിയായ ഒരു കഥയാണ് താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി. ഈ കഥയിലെ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളാണ് നീലകണ്ഠനും അനുതാരയും. സ്കൂൾ അധ്യയനത്തിൻ്റെ ഭൂരിഭാഗ ദിനങ്ങളിലും അസുഖം ബാധിച്ച് ആശുപത്രിവാസം ചെയ്യേണ്ടി വരുന്ന അനുതാരയുടെ ബാല്യത്തിൽ വെളിച്ചം വീശിയിരുന്ന കൂട്ടുകാരനാണ് നീലകണ്ഠൻ. നീണ്ട ദിനങ്ങൾക്ക് ശേഷം സ്കൂളിലേക്ക് പോകുന്ന അനുതാരയെ കൂട്ടുകാർ പലരും മറന്നുപോയിരുന്നു. നീലകണ്ഠൻ അനുതാരക്ക് നോട്ടുപുസ്തകം വാങ്ങി പഠിപ്പിച്ചതൊക്കെ എഴുതി പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. അവളുടെ ദയനീയ സ്ഥിതി മനസ്സിലാക്കി അധ്യാപകർ അറിയാതെ ഉത്തരം പറഞ്ഞു കൊടുക്കുമായിരുന്നു. മയിൽപ്പീലിയും താമരമൊട്ടും തൂവലുകളും എല്ലാം സമ്മാനിച്ചിരുന്നു. അതിനു പകരമായി അനുതാര താൻ വരച്ച ചിത്രങ്ങൾ നീലകണ്ഠന് നൽകുമ്പോൾ നന്നായി പ്രോത്സാഹിപ്പിച്ചിരുന്നു. പിന്നെയും തുടർന്ന് ചിത്രങ്ങൾ വരയ്ക്കാനുള്ള പ്രചോദനമായി തീർന്നു ഇത്തരം പ്രോത്സാഹനങ്ങൾ. അച്ഛനില്ലാത്ത കുട്ടിയായിരുന്നിട്ടും വീട്ടിൽ പഠന പ്രക്രിയയെ മുന്നോട്ട് നയിക്കാൻ ആരോരുമില്ലാതിരുന്നിട്ടും പഠനത്തോടുള്ള അഭിനിവേശം ജനിപ്പിച്ച് മുന്നേറാൻ നീലകണ്ഠന് കഴിഞ്ഞിരുന്നു. കാഴ്ചയെ മറയ്ക്കുന്ന അസുഖം വന്ന് പഠനം മുടങ്ങിയ നേരങ്ങളിൽ നിർമ്മമനായി ഉള്ളിൽ ദുഃഖമൊളിപ്പിക്കുന്ന നിർധന ബാല്യത്തിനുടമയായ വിദ്യാർത്ഥിയെയാണ് നീലകണ്ഠനിൽ കാണാൻ കഴിയുന്നത്. സെറ്റ്. അപ്പോൾ ആ പാഠഭാഗം കൂടി എന്ത് ചെയ്യുക, സെറ്റാക്കുക. ഒന്ന് ടെക്സ്റ്റ് ബുക്ക് കൂടി വായിച്ചു നോക്കിക്കൊള്ളുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതുക. ഓക്കെ, താങ്ക് യു.